അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പാറ്റയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. പിന്നാലെ അക്കൗണ്ടുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കം. ഇന്നലെ മരവിച്ച എക്സ് അക്കൗണ്ടിന് പകരം തുടങ്ങിയ പുതിയ അക്കൗണ്ടിനും വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് പുതിയ അക്കൗണ്ട്. നോബൽ മാരിക്കാരനുടെ വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, ഈ ആക്ഷേപമായിട്ട് ഈ രാഷ്ട്രീയമായി പരിഹസിക്കപ്പെടുന്നതിന് ഏറ്റവും മൂർച്ച കൂടും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഇങ്ങനെയൊരു അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നാലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഒരു വിലക്കൊക്കെ എന്നുള്ളത് ഇതിന്റെ സ്ഥാപകൻ പറയുന്നുണ്ട്. ഇതിന് തുടക്കമിട്ട ആൾ പറയുന്നുണ്ട്. ഇതിൽ വലിയ തരത്തിലുള്ള ഭയം ഉണ്ടായിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക്, നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുധി, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമാണ് ഇപ്പോൾ തുടരുന്നത്. പ്രത്യേകിച്ച് ഈ CJPയുടെ സമൂഹ മാധ്യമ എക്സ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് വരികയും ആ അക്കൗണ്ടുകൾ വലിയ തരത്തിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യം കണ്ടു. ഇൻസ്റ്റാഗ്രാമിലാണ് CJPക്ക് വലിയ തരത്തിൽ ഫോളോവേഴ്സ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അർദ്ധരാത്രി 15 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. ഇതിൽ ഇപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അത് 18.7 ലക്ഷത്തിലേക്ക് ഉയർന്ന സാഹചര്യം ഉണ്ടായി. വലിയൊരു മൂവ്മെന്റ് ആണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ശക്തമായ നിലപാട് ഇതിൽ BJPയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശവിരുദ്ധ പ്രവർത്തനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പുതിയ അക്കൗണ്ട് സമാനമായി തന്നെ മരവിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ BJP അടക്കം ഭാഗത്ത് ഉയരുകയും ചെയ്തത്. കാരണം CJPയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടക്കം ഈ പറഞ്ഞ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CJP ഉന്നയിച്ചിരുന്നു. യുവാക്കളും അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ പിന്തുണ ഈ പറഞ്ഞ CJPക്ക് നൽകുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ മൂവ്മെന്റായി തന്നെ മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ഇന്നലെ അവരുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇന്നിപ്പോൾ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് പുതിയ അക്കൗണ്ടിലേക്കും ആളുകൾ വലിയ തരത്തിൽ ഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റായി ഇത് മാറുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നേപ്പാളിലൊക്കെ വലിയ തരത്തിൽ ജൻസി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു കൂട്ടായ്മകൾ, ഇത്തരത്തിൽ യുവാക്കളുടെ കൂട്ടായ്മയാണ് വലിയ ജൻസി പ്രക്ഷോഭമായി മാറുന്നത്. അത്തരത്തിലേക്ക് സാഹചര്യങ്ങളിലെ കാര്യങ്ങൾ മാറുമോ എന്നുള്ള ആശങ്കയൊക്കെ കേന്ദ്ര സർക്കാർ വിലയിരുത്തപ്പെടുന്നു, കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ CJPക്ക് എതിരെ നിലപാട് ഘടിപ്പിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആളുകൾ ഒത്തുകൂടുകയും അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അത്തരത്തിൽ വിവിധങ്ങളായ നിലപാടുകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടിയാണ്. അങ്ങനെയാണ് എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണെങ്കിലും കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് പുതിയ അക്കൗണ്ട് വന്ന പശ്ചാത്തലത്തിൽ അതിലേക്കും വലിയ തരത്തിലുള്ള ആളുകളുടെ കടന്നുവരവ് ഉണ്ട്. വലിയ ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ആ അക്കൗണ്ട് വഴിയും വലിയ തരത്തിലുള്ള അവരുടെ നിലപാടുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടക്കം ഇന്നലെ ആവശ്യപ്പെട്ടു. ഇന്നും അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും വിലക്കിടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ വീണ്ടും പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അതിനുണ്ടാകുന്ന ഫോളോവേഴ്സിന്റെ എണ്ണവും വ്യക്തമാക്കുന്നത്. അതിനെ ഭയന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം യുവാക്കളുടെ കൂട്ടായ്മയാണ്, അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത്രയും വലുതായിരിക്കും. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം രാവിലെ നോക്കുകയായിരുന്നു. അപ്പോൾ നോബൽ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 18.7 മില്യൺ, അതായത് 1,87,00,000 പേരാണ് ഈ അക്കൗണ്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അല്ല, പഴയ അക്കൗണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഇതുവരെ ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എക്സിലെ അക്കൗണ്ടാണ് കൂട്ടിട്ടത്. അപ്പോൾ 1,87,00,000 പേരാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്തത്. BJPക്ക് പോലും 800K, അതായത് 8 ലക്ഷം 9 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഉള്ളത്. അപ്പോഴാണ് ഇത്ര വലിയൊരു വളർച്ച. ശരി, തീർച്ചയായിട്ടും.